ശബരിമലയിലേക്കുള്ള തങ്കഅങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചു. ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലത്ത് സമാപിക്കും. 26-ന് ഘോഷയാത്ര ശബരിമലയിലെത്തും. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ശബരിമലയിലേക്കുള്ള തങ്കഅങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസം, അയ്യന്റെ തങ്കഅങ്കിയുടെ ഘോഷയാത്രയുടെ രണ്ടാം ദിവസമാണിന്ന്. യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഓമലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര കോന്നി മുരിങ്ങമംഗലത്ത് ഇന്ന് രാത്രിയോടുകൂടി സമാപിക്കും. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഗോകുൽ, തങ്കഅങ്കി ഘോഷയാത്ര എങ്ങനെ പുരോഗമിക്കുന്നു? എപ്പോഴാകും ഇന്ന് എവിടേക്കായിരിക്കും ഈ ഘോഷയാത്ര എത്തുക? രണ്ടാം ദിവസത്തെ തങ്കഅങ്കി ഘോഷയാത്ര അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ ഓമല്ലൂരിലുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് അടുത്തതായിട്ട് ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയുടനീളം വലിയ സ്വീകരണങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ ഘോഷയാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസത്തെ യാത്ര ഇനി കൊടുന്തറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അതുകൂടാതെ അഴൂർ, പിന്നെ പത്തനംതിട്ട ഊരമ്മൻ കോവിൽ, പത്തനംതിട്ട ശാസ്താക്ഷേത്രം തുടങ്ങിയിട്ടുള്ള നിരവധി കേന്ദ്രങ്ങൾ, 23ഓളം കേന്ദ്രങ്ങളിൽ ഇന്ന് യാത്രയ്ക്ക് ഔദ്യോഗികമായിട്ട് സ്വീകരണവും നൽകുന്നുണ്ടാവും. ഒപ്പം ഈ 23 കേന്ദ്രങ്ങളിൽ എത്തി തീർത്ഥാടകർക്ക്, ഭക്തർക്ക് അയ്യപ്പന്റെ തങ്കഅങ്കി കണ്ടു തൊഴുവാനുള്ള അവസരം ഇന്നത്തെ ദിവസം ഉണ്ടാവും. ഇന്ന് രാത്രി കോന്നിയിലാണ് യാത്ര അവസാനിക്കുന്നത്. കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലാണ് രാത്രി 8:30 തങ്കഅങ്കി ഘോഷയാത്ര എത്തി. അവിടെ ഭക്ഷണവും വിശ്രമവുമായിരിക്കും. തുടർ യാത്ര നാളെയായിരിക്കും ഉണ്ടാവുക. നാളെ കോന്നി മുരിങ്ങമംഗലത്ത് നിന്നും പെരുന്നാട് ശാസ്താക്ഷേത്രത്തിലേക്കായിരിക്കും നാളത്തെ യാത്ര ഉണ്ടാവുക. തങ്കഅങ്കി ഘോഷയാത്ര ശബരിമലയിൽ എത്തിച്ചേരുന്നത് മറ്റന്നാൾ പെരുന്നാട് ശാസ്താക്ഷേത്രത്തിൽ നിന്നും ലാഹസത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ, ചാലക്കയം വഴി പമ്പാ ക്ഷേത്രത്തിൽ 26-ന് ഉച്ചയ്ക്ക് എത്തിച്ചേരും. അതിനുശേഷം സന്നിധാനത്തേക്ക് തങ്കഅങ്കി ഈ രഥത്തിൽ നിന്നും മാറ്റി ശിരസിലേറ്റിക്കൊണ്ടാണ് സന്നിധാനത്തേക്ക് തങ്കഅങ്കി കൊണ്ടുപോകുന്നത്. തുടർന്ന് അന്ന് വൈകിട്ട് ഗോകുൽ, എന്ത് ഭാഗ്യവാനാണ് ഈ തങ്കഅങ്കി ഘോഷയാത്രയൊക്കെ നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. എന്താണ് ഈ തങ്കഅങ്കി ഘോഷയാത്രയുടെ ഐതിഹ്യം, ഗോകുൽ? ശരി, അതായത് ഈ തങ്കഅങ്കി എന്ന് പറയുന്നത് അയ്യപ്പന് ചാർത്തുന്ന ഒരു മുഖപ്പാണ്. അതായത് അയ്യപ്പ വിഗ്രഹത്തിന് മുകളിലായിട്ട് വെക്കുന്ന തങ്കത്തിൽ തീർത്തിട്ടുള്ള ഒരു മുഖപ്പാണ് ഈ തങ്കഅങ്കി എന്ന് പറയുന്നത്. ഇത് 1973-ൽ ചിത്രതിരുനാൾ മഹാരാജാവ്, അദ്ദേഹം സ്വാമി അയ്യപ്പന്, ശബരിമല അയ്യപ്പന് കാണിക്കയായിട്ട് സമർപ്പിച്ചിട്ടുള്ള വസ്തുവാണ് ഈ മുഖപ്പ്, ഈ തങ്ക അങ്കി എന്ന് പറയുന്നത്. 420 പവനോളം തൂക്കമുണ്ട് ഈ തങ്കഅങ്കിക്ക്. അത് പിന്നീട് എല്ലാ വർഷവും മണ്ഡലപൂജ സമയം അയ്യപ്പന് ഈ തങ്കഅങ്കി, രാജാവ് സമർപ്പിച്ചിട്ടുള്ള ഈ തങ്കഅങ്കി ചാർത്തിക്കൊണ്ടാണ് മണ്ഡലപൂജ ചടങ്ങുകളൊക്കെ അതിനുശേഷം 1973 മുതൽ എല്ലാ വർഷവും നടന്നു വരുന്നത്. അതാണ് ഇതിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പോകുന്ന ജീപ്പ് അല്ലെങ്കിൽ ഈ രഥം, ഈ അയ്യപ്പന്റെ തങ്കഅങ്കി വഹിച്ചുകൊണ്ട് പോകുന്ന രഥത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അതായത് പത്തനംതിട്ട ആറന്മുള സ്വദേശിയായിട്ടുള്ള കൊല്ലിയത്ത് തങ്കപ്പൻ ആചാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത്തരത്തിൽ അയ്യപ്പന്റെ ജീപ്പ് അല്ലെങ്കിൽ അയ്യപ്പന് കൊണ്ടുപോകാനുള്ള രഥം, അദ്ദേഹത്തിന്റെ ജീപ്പ് രൂപമാറ്റം വരുത്തി രഥമാറ്റി മാറ്റിയിരുന്നത്.